പെർഫെക്റ്റ് പ്ലം കേക്കിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട് മിക്സ് വേണം അല്ലേ? അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുത്താലോ. 2 ഓറഞ്ച് എടുത്ത് അതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കണം. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ കളറുള്ള ടൂട്ടി ഫ്രൂട്ടിയും ചെറിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഡേറ്റ്സും ഒക്കെ കേട്ടോ. അതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് 2 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഒരു ദിവസം വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് ഇതുപോലെ നന്നായിട്ട് കളർ മാറി കാരമലാകുമ്പോൾ അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട് മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കണം. വേവിക്കണ്ട കേട്ടോ, തിളപ്പിച്ചാൽ മതിയേ. ഇനി ഇതൊരു അരിപ്പയിലേക്ക് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. ആ ഒരു സിറപ്പ് നമുക്ക് കേക്കിലേക്ക് ആവശ്യമുള്ളതാണ്. പിന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ചൂടാറിയിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ മൈദയുടെ, അതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ കേക്കിൽ ഇത് അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ താന്നു പോകും. താന്നു പോകാതിരിക്കാനാണ് മൈദയുടെ ഇങ്ങനെ മിക്സാക്കി വെക്കുന്നത്. എന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്ത് അങ്ങ് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ കേക്കിൻ്റെ ഫുൾ റെസിപ്പി വേണമെങ്കിൽ ഈ റീലൊന്ന് DM ചെയ്താൽ ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ഒരു പ്ലം കേക്ക് ആയിരുന്നേ.